ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് കെയറിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു പിസ്സ റെസിപ്പിയാണ്, അതായത് വെജ് പിസ്സയുടെ റെസിപ്പിയാണ്. ഞാൻ മുന്നേ പലതരത്തിലുള്ള പിസ്സയുടെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി LG ഓവൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓവനിൽ പലതരത്തിലുള്ള റെസിപ്പികൾ ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത് നമ്മുടെ തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സയാണിത്. വളരെ ഈസിയാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഓവനിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും സംശയമാണ് ഇത് നന്നായി വേവുന്നുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മിഡിൽ പോർഷനൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇനി ആദ്യം തന്നെ പിസ്സ ഡോ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഈസ്റ്റ് ആണ് ചേർക്കുന്നത്. അത് 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫെർമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഫെർമെൻറ്റിൻ്റെ ടൈം റെഡി ആയിട്ടുണ്ട്. ഇനി പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ഗാർലിക്ക് ഒന്ന് നന്നായി ചതച്ചിരിക്കുന്നതാണിത്. അപ്പോൾ പിസ്സയുടെ ആ ഒരു ക്രസ്റ്റിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റിയുമായിരിക്കും. ഇനി ഇതിലേക്ക് ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഈസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മാവ് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. മാവ് ആവശ്യത്തിനനുസരിച്ച് കുറച്ചുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മാവ് കുറച്ച് ലൂസാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഇനി കുറച്ചുകൂടി മാവ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായി കുഴച്ചെടുക്കാം. ഈ മാവ് ഒന്ന് നന്നായി സോഫ്റ്റ് ആകുന്നത് വരെ ഇതുപോലെ ഒരു ടേബിൾ ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫെർമെൻ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ബോളിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 3-4 മണിക്കൂറെങ്കിലും അത് ഫെർമെൻ്റ് ആയി വരുന്നതിന് വേണം. ഇനി പിസ്സ സോസ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് മൈക്രോ സേഫ് ആയിട്ടുള്ള ബൗളിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം, 2 മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഓനിയൻ ഇത് ചേർത്ത് ഒന്ന് ഓവനിൽ 2 മിനിറ്റോളം മൈക്രോ മോഡിൽ കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ 2 മിനിറ്റിന് ശേഷം എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് ഇത് മിക്സർ ജാറിലിട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. അല്ല എങ്കിൽ ഓവനിൽ ഇതൊക്കെ വെജീസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് 2 കായ്മുളകും ചേർത്ത് കൊടുക്കാം. പിന്നീട് മിക്സർ ജാർ ഉപയോഗിച്ച് നല്ല പേസ്റ്റ് ആക്കണം. ഇത് ഡോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 4 മണിക്കൂറിന് ശേഷം നന്നായി ഡോ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോഴാണ് ഇതിൻ്റെ ബബിൾസൊക്കെ മാറി വരിക. ഇനി ഒരു പിസ്സ ട്രേയിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ പൊടി തൂവിക്കൊടുത്ത് തട്ടിയെടുക്കണം. ഇനി നമ്മുടെ മാവ് ഇതിലേക്ക് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ സോസ് ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഡോ വളരെ തിന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡോ പൊങ്ങി വരും. ഇനി ഇതിലേക്ക്
റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിത് വളരെ തിന്നായിട്ടാണ് പരത്തി വെച്ചിരിക്കുന്നത്, കാരണം ഇത് തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസയാണ് ഉണ്ടാക്കുന്നത്. പിസ്സ സോസും ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓവനിലെ കൺവെക്ഷൻ മോഡിൽ 5 മിനിറ്റ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൻ്റെ പിസയുടെ ക്രസ്റ്റ് നന്നായി വേവുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത്. 5 മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി 180 ഡിഗ്രിയിൽ. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഓവനിൽ നിന്ന് എടുക്കാം. പിന്നീട് അതിലേക്ക് ചീസ് അതുപോലെ വെജീസും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ ചീസിന് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത ചീസും ഈ സമയത്ത് യൂസ് ചെയ്യാം. ക്യാപ്സിക്കവും ഓനിയനും ടൊമാറ്റോയും ഇതുപോലെ വലിയ പീസായിട്ട് ഒന്ന് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. അവസാനം അതിന് മുകളിലേക്ക് കുറച്ചുകൂടി ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായും ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് മാറ്റാം. കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത്. പ്രീഹീറ്റ് ഒന്നും ഓവൻ ചെയ്തിട്ടില്ല. 20 മിനിറ്റ്സിന് നമുക്ക് ഓവൻ ഓൺ ചെയ്യാം. ലോ റാക്കാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം ഇത് കൺവെക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത്, ബേക്കിംഗ് ആണ് നടക്കുന്നത്. LG 28 ലിറ്റർ മൈക്രോവേവ് ഓവൻ്റെ കുറേ റെസിപ്പികൾ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം. ഇതിപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള മിഡിൽ പോർഷനൊക്കെ നന്നായി കുക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണിത്. ഇതിൻ്റെ അരികു ഭാഗമൊക്കെ ഒരു നല്ല ക്രഞ്ചി ഫീലിങ്ങുമാണ്. ശരിക്കും നമ്മൾ ഡൊമിനോസിനൊക്കെ കഴിക്കുന്ന അതേ ഒരു ഡോയുടെ ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്ലീസ് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.